പ്രതികളെ അടിമുടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായീകരിച്ചു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. മരണപ്പെട്ട സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പരിക്കുകൾ ശരീരത്തിൽ കാണേണ്ടതായിരുന്നു കോടതിയുടെ നിരീക്ഷണമാണ്. അത്തരം പരിക്കുകളൊന്നും സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്ന് കോടതി വിലയിരുത്തി. ആ സാഹചര്യത്തിൽ പ്രതികൾക്ക് മരണമടഞ്ഞ സിദ്ധാർത്ഥനെ ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മറിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നുവെന്നും കോടതി കണ്ടെത്തി. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം: ടു ചേസ്റ്റൻ ദ ഡിസീസ്ഡ് ആൻഡ് നോട്ട് ടു ഇൻസ്റ്റിഗേറ്റ് ഹിം ഇൻടു കമ്മിറ്റഡ് സൂയിസൈഡ്. തുടർന്ന് മരണപ്പെട്ടയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രതികൾ പ്രേരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും തന്നെ കാണാനില്ലെന്നും കോടതി വ്യക്തമാക്കി. ഐ ഡു നോട്ട് ഫൈൻഡ് sufficient material to establish any positive act